ഇതാ മറ്റൊരു സിനിമാക്കാലം കൂടി അവസാനിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ 7 ദിവസം എങ്ങനെ പോയി എന്ന് എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല. രാവിലെ 7:30 മണിക്ക് എണീക്കുന്നു, 8 മണിക്ക് സിനിമ ബുക്ക് ചെയ്യുന്നു, അടുത്ത ദിവസത്തേക്ക് പോകുന്നു, എൻജോയ് ചെയ്യുന്നു, കമ്മിങ് ബാക്ക്, വ്ളോഗ് എടുക്കുന്നു, അതിൻ്റെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് സീസൺ ഈസ് കമ്മിങ് ടു ആൻ എൻഡ്. യെസ്, ഇറ്റ് ഈസ് ഡേ 7 December 19. ആദ്യത്തെ മൂവി എന്ന് പറയുന്നത് ഹ്യൂമൻ അനിമലാണ്. അത് ഞാൻ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു, അൺറിസർവ്ഡിലാണ് കയറിയത്. അതിന് നല്ല തിരക്കുണ്ടായിരുന്നു, ഫുള്ളി ഫിൽഡ് ഒന്നും അല്ലായിരുന്നു. ആൻഡ് ആക്ച്വലി ഐ ലവ്ഡ് ദ മൂവി. Under the category International Competition, we screened the film Human Animal, directed by Alessandro Buono. Duration of the film is 92 minutes. അത്യാവശ്യം ഒരു സീരിയസ് ആയിട്ടുള്ള മൂവി ആയിരുന്നു. അടുത്ത രണ്ടാമത്തത് ദ ഔട്ട്റൺ എന്ന് പറഞ്ഞ ന്യൂ തിയേറ്ററിൽ തന്നെ ഞാൻ അങ്ങനെ അൺറിസർവ്ഡിന് കയറി നിൽക്കുകയാണ് ചെയ്തത്. ബട്ട് സ്റ്റേയിങ് ഇൻ ദിസ് ക്യൂ വാസ് വർത്തി. എന്ന് വെച്ചാൽ ദ മൂവി വാസ് റിയലി മൂവിങ്. ഒരു ഗേൾ ചൈൽഡിന് അല്ലെങ്കിൽ ഒരു വുമന് ലേഡിക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് ദി ഔട്ട്റൺ എന്ന് പറയുന്നത്. ദ ആക്ട്രസ് ഹാസ് പ്ലേഡ് ഹെർ റോൾ വെരി വെൽ. എനിക്ക് ഈ മൂവി ഒരുപാട് ഇഷ്ടപ്പെട്ടു. സബ് ടൈറ്റിൽ ഇല്ലായിരുന്നു, ഇംഗ്ലീഷ് മൂവി ആയതുകൊണ്ട് ഐ റിയലി എൻജോയ്ഡ്. Under the category World Cinema, we screened the film The Outrun, directed by Nora Finching. Duration of the film is 118 minutes. ദാ പോയി മൂവിയുടെ ഇടയിൽ കറണ്ട്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം. പക്ഷേ ഒരു 5 മിനിറ്റിൽ തന്നെ റെസ്യൂമായി. ഇതാണ് ദ മച്ച് അവൈറ്റഡ് മൂവി ഓഫ് ദി സീസൺ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓപ്പണിംഗ് മൂവിയായിരുന്നു, ഞാൻ മിസ്സാക്കി കളഞ്ഞു അന്ന്. അതുകൊണ്ട് ഏത് വിധേനയും ഇന്ന് കണ്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് കയറിയതാണ്. ശ്രീപത്മനാഭ തിയേറ്ററിൽ നല്ല തിരക്കുണ്ടായിരുന്നു അൺറിസർവ്ഡിന്. പിന്നെ നല്ലൊരു സീറ്റ് നോക്കി ഞാൻ ഇരുന്ന്. ദ മൂവി വാസ് റിയലി വണ്ടർഫുൾ. ഞാൻ എങ്ങനെ അത് മിസ്സാക്കി എന്നാണ് ആലോചിച്ചിരുന്നത്. Directed by Walter Sands. The duration of the film is 135 minutes. മൂവിയുടെ തലക്കെട്ട് പറയുന്ന പോലെ ഐ വാസ് സ്റ്റിൽ ദെയർ ഇൻസൈഡ് ദ മൂവി. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. ഐ ലിറ്ററലി ക്രൈഡ്. അടുത്തിരിക്കുന്ന ചെറുക്കനും ഒക്കെ തന്നെ കരയുന്നുണ്ടായിരുന്നു. ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിനെ ബേസ് ചെയ്ത കഥയാണെങ്കിൽ പോലും ഫാമിലിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇത് ഫീൽ ചെയ്യും. നേരെ ഒരു ഹോർലിക്സ് കുടിക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു വിഷമത്തിൽ നിന്നൊന്നും മാറിയിട്ടില്ലായിരുന്നു. അവിടുന്ന് നേരെ ടാഗോർ തിയേറ്ററിൽ ഓപ്പൺ ഫോറത്ത് കയറി. അവിടെ ചെയർമാൻ സംസാരിക്കുകയായിരുന്നു. ഫിലിം ഫെസ്റ്റിവലിന്റെ തന്നെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളൊരു തിയേറ്ററിനകത്ത് വളരെ ഒരു സമൂഹം ഒന്നടങ്കം ഇരുന്ന് അതൊരു കളക്റ്റീവ് ഒരു മൈൻഡാണ്. അവിടെ ഇരുന്ന് നമ്മൾ ഈ ഒരു ഇരുട്ടിൽ ഈ സിനിമ അതൊരു അനുഭവമായി മാറുന്ന ബിഗ് സ്ക്രീൻ അനുഭവം നൽകുകയാണ് ചലച്ചിത്ര മേളകളുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. മെഹഫിൽ നൈറ്റ് ആയതുകൊണ്ട് മാത്രം മാനവീയത്തിലേക്ക് പോയി. അവിടെ ഒരു ഫ്ലാഷ് മോബും ഉണ്ടായിരുന്നു കേട്ടോ. ആ മെഹഫിൽ നൈറ്റ് ഭയങ്കര സൂതിങ് ആയിരുന്നു. കൂട്ടുകാരൊന്നും വന്നില്ലല്ലോ എന്ന് സങ്കടമായിരുന്നു. ലാസ്റ്റ് എങ്കിലും ഈ 2 എനിക്ക് കിട്ടിയല്ലോ. സോ ദാറ്റ് വാസ് മൈ ഡേ 7 ഓഫ് IFFK. സത്യം പറഞ്ഞാൽ ഒരു ബാഗ് ഓഫ് മെമ്മറീസ്. എൻ്റെ സെൽഫിന് ഞാൻ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു 7 ദിവസം. ആൻഡ് ഐ ആം ഗോണ മിസ് ദീസ് ഡേയ്സ്.